ഇവിടുന്ന് ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് വീണ്ടും സ്വാഗതം. അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ കൊടൈക്കനാൽ പോയതിൻ്റെ പാർട്ട് 3 വീഡിയോ ആയിട്ടാണ് കേട്ടോ. അപ്പം ഞങ്ങൾ ലേക്കിൽ നിന്ന് നേരെ പോകുന്നത് കുണ കേവിൽക്കാണ്. അപ്പോൾ ഇങ്ങനെ വണ്ടിയിലൊക്കെ പോകുമ്പോൾ എന്തായാലും സ്നാക്സ് ഒന്നും ഞങ്ങൾക്ക് കാഴ്ചകൾ കാണുമ്പം ഒന്നും തിന്നാൻ വേണമെന്നൊന്നും ആഗ്രഹമൊന്നുമില്ല കേട്ടോ. പിന്നെ ഈ മക്കളാണ് ചെറിയ കുട്ടികളാണ് പിന്നെയും അത് വേണമെന്നൊക്കെ പറയുമ്പം ഇക്കങ്ങനെ വണ്ടിയിൽ നിന്ന് ഓരോന്ന് എടുത്ത് കൊടുക്കണം കേട്ടോ. അങ്ങനെ അതൊക്കെ തിന്ന് ഞങ്ങളിങ്ങനെ പോവുകയാണ്.
ഇവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് ഞങ്ങൾ നടക്കാനുള്ള ഉദ്ദേശമായിരുന്നു കേട്ടോ പൈൻ ഫോറസ്റ്റിലേക്ക്. അപ്പോൾ ഇക്ക പറഞ്ഞു പൈൻ ഫോറസ്റ്റ് എന്തോ 6 മണി വരെ ഉണ്ട്, കുണ കേവ് കുറച്ച് സമയം വരെ ഉണ്ടാവുള്ളൂ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ ആദ്യം ഇപ്പോൾ എങ്ങോട്ട് പോകണം എന്നുള്ള കൺഫ്യൂഷനിലായിരുന്നു. പക്ഷെ വണ്ടി ഇത്രയും ബ്ലോക്ക് ആയത് കാരണം കുറേ വണ്ടികൾ ഇവിടെ നിർത്തിയിട്ടിട്ടുണ്ട്. ഇവിടെ എന്തോ ഒരു സംഭവം കൂടെ ഉണ്ട്, പൈൻ ഫോറസ്റ്റ് അല്ലാതെ വേറെ എന്തോ ഒരു സംഭവം കൂടെ ഇവിടെ ഉണ്ട്. അവിടേക്ക് ഞങ്ങൾ പോയതേ ഇല്ല. ഇത് കണ്ടോ, എത്രങ്ങാനൊരു വണ്ടികളാണ്. സൂചി കുത്താൻ സ്ഥലം ഉണ്ടായിരുന്നില്ല റോഡ് കൂടെ. ഇവിടെ എന്തോ ഒരു സംഭവം ഉള്ളത് കാരണം ഇവിടെ കുറേ പാർക്കിംഗ് ചെയ്തിട്ട് പിന്നെ അധികം വണ്ടികളൊന്നും ഇല്ല കേട്ടോ. നല്ല അടിപൊളി സ്ഥലം കേട്ടോ. എന്ത് രസമാണ് കാണാനെന്നറിയോ. ഇങ്ങനെ ഈ മരം വീണ് കിടക്കുന്നതിലൊക്കെ പോയി ഇരിക്കുകയാണ് കുറേ ആൾക്കാർ. ഇങ്ങനെ അവിടെ എന്തോ മിഠായി അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്, ഐസ്ക്രീം മറ്റേത് മറിച്ച് എന്നൊക്കെ പറഞ്ഞ പോലെ. ഇവിടെ ഒരു പാർക്ക് ഉണ്ട്, അപ്പോൾ അവിടുന്ന് എന്തെങ്കിലുമൊക്കെ മേടിക്കുക, ഇവിടെ വന്നിരിക്കുക. അതാണ് കുറേ ആൾക്കാർ ഇവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ടുള്ളത്. പക്ഷെ ഞങ്ങളിവിടെ അങ്ങനെ നിന്നൊന്നുമില്ല. ലേക്കിൻ്റെ അവിടുന്ന് ഒരെണ്ണത്തിന് 150 രൂപയാണെന്ന് പറഞ്ഞ സാധനമാണ് കേട്ടോ. ഇവിടെ എത്തിയപ്പോഴത്തേനും 50 രൂപയും മാറി. അപ്പോൾ എന്തെങ്കിലുമൊക്കെ മേടിക്കണ്ടേ. ഇപ്പോൾ ഇത് ചോളമല്ലേ, ചോളം നമുക്ക് വലിയ കുഴപ്പമില്ലെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ വാങ്ങി. വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല, എന്നാലും വാങ്ങി. പിന്നെ ഉപ്പും മുളകും മാത്രം തന്നെ ഉള്ളൂ അതിലിട്ടിട്ടുള്ളത്, പുഴുങ്ങിയിട്ടുമുണ്ട്. ആകെ കൂടെ ഞങ്ങൾ ഈ പരിസരത്തു നിന്ന് വാങ്ങിയതെന്ന് പറയുന്നത് ഈ ഒരു സംഭവം മാത്രമാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ പൈൻ ഫോറസ്റ്റിക്ക് നടന്നു പോവാമെന്ന് വിചാരിച്ച് ഞങ്ങൾ നടക്കുകയാണ്. പക്ഷേ കണ്ടോ, വണ്ടി ഇങ്ങനെ അരികത്ത് കൂടെ പോകുമ്പോൾ മക്കളിനെ ശ്രദ്ധിക്കണം. പിന്നെ ഇങ്ങനെ സൈഡ് ഏരിയയാണ്, താഴ്ചയാണ്. അപ്പോൾ ഈ ഭാഗത്തല്ല ആ ഭാഗത്ത്. അപ്പോൾ അങ്ങനെയൊക്കെ ആയപ്പോൾ ഇക്കയും പറഞ്ഞു ഇനി നടക്കണ്ട, നമുക്ക് വണ്ടിയിൽ തന്നെ പോവാം എന്നൊക്കെ പറഞ്ഞ് ഇക്ക വണ്ടി എടുക്കാൻ പോയിട്ടോ. അങ്ങനെ പാർക്ക് ചെയ്ത വണ്ടി എടുക്കാൻ പോയ ഇക്കാനെ കാത്തിട്ടുള്ള പുഴുങ്ങിയ നിപ്പാണ് ഈ നിൽക്കുന്നത്. പ്രാന്ത് വരുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയിൽ കൂടെ ഒരുപാട് വണ്ടി ഇങ്ങനെ അടുത്ത് കൊണ്ടുവന്ന് പാർക്ക് ചെയ്യുന്നുണ്ട്. അതൊക്കെ ഒരു ഫ്രീഡം ഇല്ല വഴിയിൽ. അങ്ങനെ പറയുക, കുറേ നേരം കഴിഞ്ഞിട്ടൊക്കെ വന്നത്. അതുവരെ ഈ കമ്പവും തിന്ന് അവിടെ അങ്ങനെ ഇരുന്നു. എല്ലാവരും ഉണ്ട്. ഇക്കാനോട് ഞാൻ അപ്പോഴേ പറഞ്ഞതാണ്, നമുക്ക് വണ്ടിയും കൊണ്ട് പോവാം, നമുക്ക് നടക്കണ്ട. ഇനി കുറച്ച് ദൂരമുള്ളെങ്കിൽ പോലും ഈ വണ്ടികളുടെ ഇടയിൽ കൂടെ നടക്കുമ്പോൾ ബുദ്ധിമുട്ടാവും. ഇതെല്ലാം ഞാൻ പറഞ്ഞതനുസരിക്കുന്ന സ്വഭാവം ആർക്കും ഇല്ല, ഈ പറയണ നിക്കാണെങ്കിലും ഇല്ല. അപ്പോൾ പിന്നെ ഇതൊക്കെ അനുഭവിച്ചല്ലേ പറ്റുള്ളൂ. അപ്പോൾ ഇതൊക്കെ തിന്നങ്ങനെ ഇരുന്ന് ഞങ്ങൾ അങ്ങനെ ഞങ്ങൾ പൈൻ ഫോറസ്റ്റിൻ്റെ അവിടെ എത്തിയിട്ടോ. ഇവിടെ ഇപ്പം എന്താ കാണാനുള്ളതെന്ന് ചോദിച്ചാൽ, ഈ പൈൻ മരങ്ങളുടെ ഇടയിൽ കൂടെ അങ്ങനെ നമുക്ക് മറ്റേ ഹോഴ്സ് റൈഡ് ഉണ്ട് തോന്നുന്നു. റോട്ടിൽ കൂടെ ഹോഴ്സ് റൈഡിന് കൊണ്ടുപോകാത്ത ആളെങ്ങനെയാണ് മരങ്ങളുടെ ഇടയിൽ കൂടെ കൊണ്ടുപോകുക? അപ്പോൾ അവിടെ ഒന്നും ഞങ്ങൾ അങ്ങനെ ചുറ്റിപ്പറ്റി നിന്നൊന്നുമില്ല, കാഴ്ചകൾ ഇങ്ങനെ കണ്ടു. ഞങ്ങൾ പിന്നെ നേരെ വിട്ടു ഗുണയിലോട്ട്. വണ്ടി എവിടെയോ പാർക്ക് ചെയ്ത് നടന്നു പോവുകയാണ്, കാരണം ഇത്രയും വണ്ടികളെ പിന്നിൽ ആണ്. അപ്പോൾ പിന്നെ ഇതൊക്കെ പോയി ഞങ്ങൾ അവിടെ എത്തുമ്പോഴത്തേനും സമയം ഒരുപാടാകും. തിരിച്ച് വീട്ടിലോട്ടും പോകണ്ടേ.
കണ്ടോ ഇത്രയും വണ്ടികളാണ്. ഇവരൊക്കെ എപ്പോൾ അവിടെ എത്തുമെന്ന് തമ്പുരാനറിയാം. അങ്ങനെ ഞങ്ങൾ ഗുണ കേവിലെത്തി. ടിക്കറ്റ് രൂപ ആൾക്ക് 10 രൂപ അങ്ങനെ എന്തോ ഉള്ളൂ. ഞങ്ങൾ 6 ആളുണ്ടായിരുന്നു. അപ്പോൾ 60 രൂപ ആയിട്ടുള്ളൂ കേട്ടോ. ടിക്കറ്റൊക്കെ കുറവാണ്. ഇക്ക മീനോ ഉമ്മമാന്റെ കൈ പിടിക്കട. അവിടെ പോയിക്കോട്ടെ. ഇറങ്ങിയാലോ? കുഴപ്പമില്ല, പക്ഷെ നമുക്ക് ഇക്ക ഇത് മൂടിയോ? ഇത് മൂടിയോ? കുഴിയൊന്നും കാണുന്നില്ല. അതാ ചപ്പ് കാരണോ? അതെ. ആ എന്തൊരു പിടിയും കൈ വിളിച്ച് നല്ലതുണ്ടാവില്ല ഷൂട്ട് ചെയ്തത്. ഇതിന് പോകവാ മോൾക്കോ കുട്ടികളോ? വീഴും. അയ്യ കൈ
കയ്യില് മണ്ണായി. മതി മതി ഇങ്ങോട്ട് വാ. ആ ഒരു പോകാനല്ലേ പോണ തിരക്ക് പെടും ഉണ്ടോ? അതൊക്കെ ഉണ്ടാവും. നല്ല ബുദ്ധിമുട്ടാണ്. ശരിക്കും ഇങ്ങനെ ഈ സൈഡ് ഈ പാറക്ക് ഈ പാറക്ക് ഈ സൈഡ് ഇവിടെ ഈ സ്ഥലത്തേക്കൊക്കെ വരുന്നുണ്ടോ? അതാ കൊരങ്ങൻ പോണോ കൊണ്ട് പോയിട്ടോ. അല്ല പോവാണോ? ആ അവിടെ അങ്ങനെ ഞങ്ങൾ ഗുണ കേവ് നിന്ന് ഇറങ്ങി. ഏറ്റവും വലിയ രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ പൈൻ ഫോറസ്റ്റിൻ്റെ അവിടെ പോയി വണ്ടി എടുത്തിട്ട് തിരിച്ച് ഉദ്യാനെ തന്നെ പോകണം എന്നുള്ളതാണ് അടുത്തുള്ളൊരു രസം. അപ്പോഴും ഈ ബ്ലോക്കൊക്കെ ഉണ്ടാവും, അത് വേറെ കാര്യം. എന്നാലും നമുക്ക് അവിടെ അടക്കൂലല്ലോ. എന്താണ് ഞങ്ങൾ നടന്നു പോയത് കേട്ടോ. അങ്ങനെ ഞങ്ങളിപ്പോൾ തിന്നണത് ഓറിയോ ബിസ്ക്കറ്റാണ് കേട്ടോ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ബിസ്ക്കറ്റിലൊന്നാണ് ഓറിയോ ബിസ്ക്കറ്റ്. അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ വണ്ടിയുടെ അവിടെ എന്നാ നമുക്ക് പോവാം. അടക്കും. ഇവിടെ കിണികാറല്ല അതിൻ്റെ ഉള്ളിൽ പോകുമല്ലേ? എത്ര റുപ്പി? ഇവിടെ ടിക്കറ്റ് ഇല്ലാത്ത പരിപാടിയില്ല. ഇജാതി തിരക്കുണ്ടാവുമ്പോ ഇവര് കായ് വാങ്ങാതെ ഇവിടെ കൊടൈക്കനാൽ ടൗണിക്ക് കയറണമെങ്കിൽ 60 റുപ്യ കൊടുക്കണം പറഞ്ഞു. പിന്നെ അപ്പുറത്തുനിന്ന് ഫോം ഫില്ലപ്പ് ചെയ്ത് ആ ഫോമിന് 100 റുപ്യ കൊടുക്കണം പറഞ്ഞു. സമ്മതിച്ചു. നമ്മള് പാർക്കിൽ വിട്ടുകൊണ്ട് ഞങ്ങൾ ഓർമ്മയുണ്ടോ? ഞാൻ റെഡിയിൽ അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. ഇനിയിപ്പോൾ വേറെ എവിടെയും കയറാനുള്ള സമയമല്ല കേട്ടോ. നമ്മളൊരു ചുരുങ്ങിയത് ഒരു ദിവസമെങ്കിലും നിന്നാലുള്ളൂ നമുക്ക് എന്താണ് എല്ലായിടത്തും ഒന്ന് പോകാൻ പറ്റുക. തലേ ദിവസം വൈകുന്നേരം പോയി അവിടെ സ്റ്റേ ചെയ്ത് പിറ്റേന്ന് രാവിലെ തുടങ്ങണം തെണ്ട. എന്നാലാണ് എന്താ പറയുക, ഞാൻ ഇന്നെല്ലാം എടുക്കുന്നത് കാണാൻ എന്താണ്. അപ്പം എന്നാലാണ് ഒന്ന് കുറച്ചൊക്കെ ഒന്ന് കാണാൻ പറ്റുള്ളൂ. അവിടെ പോയി 1 മണിക്കൂർ, ഇവിടെ പോയി 1 മണിക്കൂർ, ആകെ പ്രാന്ത് എടുത്തു കേട്ടോ. ഭക്ഷണം കഴിക്കാം, അത് ഭക്ഷണം പുറത്തു പോയാൽ കഴിക്കണല്ലോ. ദൂരം പോയി ഭക്ഷണം കഴിക്കാതെ പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മോശമല്ലേ. അങ്ങനെ ഞങ്ങൾ കുറേ അങ്ങോട്ട് വന്നിട്ട് എന്താണ് കഴിച്ചു. അത്യാവശ്യം മലയാളീസൊക്കെ കയറുന്നൊരു ഹോട്ടലാണ് കേട്ടോ. കണ്ടിടത്തോളം ഫുൾ അവിടെ മലയാളീസ് തന്നെ ഉണ്ടായിരുന്നുള്ളൂ. കാരക്കുടി. പിന്നെ ഫുഡൊക്കെ എന്താ പറയാ, മെസ്സ് വെജ് ഫുഡൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇക്കാക്ക് ഇഷ്ടപ്പെട്ടില്ല, ഇമ്മാക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷെ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ
നല്ല തിരക്കാണ്. എനിക്ക് തോന്നണു ഞങ്ങളെ പോലെ തന്നെ ഇങ്ങനെ ഈ കൊടൈക്കനാലിലേക്ക് പോയവരൊക്കെ ഭക്ഷണം കഴിക്കാൻ ഇവിടെ തന്നെ വരുന്നത് തോന്നുന്നുണ്ട്. നല്ല തിരക്കാണ് പറഞ്ഞാൽ തിരക്കും പോരാത്തതിന് ഒടുക്കത്തെ വെയിറ്റിങ്ങും ഒന്നും ഓർഡർ ചെയ്താൽ അപ്പോൾ തന്നെ ഒന്നും കിട്ടൂല. ഓർഡർ എടുക്കാൻ തന്നെ ആൾക്കാർ വരൂല. അത് വേറെ കാര്യം. കൈയൊക്കെ കഴുകി മേശപ്പുറത്ത് ഇങ്ങനെ വായി നോക്കി എത്ര നേരം ഇരുന്നിട്ടാണ് എന്താ വേണ്ടതെന്ന് ചോദിക്കാൻ ഒരാൾ അവിടെ വന്നതെന്നറിയോ. അങ്ങനെ അത് ഈ തിരക്കൊണ്ടാണ് മെയിനായിട്ട്. ചിക്കൻ ബിരിയാണിയും ചിക്കൻ ചില്ലിയുമാണ് കേട്ടോ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. വേറെ ഒന്നും ഓർഡർ ചെയ്യാനൊന്നും തോന്നിയില്ല. കാരണം നേരം തെറ്റിയിട്ടുള്ള ഭക്ഷണം കഴിക്കലാണ്. 4:30-5 മണിയാണ് കേട്ടോ ഇപ്പോൾ ഫുഡ് കഴിക്കുന്ന ടൈം. എന്നിട്ട് തന്നെ ഈ ടൈമിന് തന്നെ ചോറ് വാങ്ങി കഴിക്കുന്ന ഒരുപാട് മലയാളീസ് ഉണ്ട്. ഞാൻ പറഞ്ഞ പോലെ തന്നെ അവിടുന്ന് തിരിച്ചു പോകുന്ന വഴിക്ക് കയറുന്നതാണ്. അതിലേറെ വലിയ രസം എന്താണെന്ന് വെച്ചാൽ ചോറ് കിട്ടി ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടാണ് ചിക്കൻ ചില്ലി കിട്ടുന്നത്. ചോറൊക്കെ കഴിക്കൽ ചില്ലി വരട്ടെ എന്ന് പറഞ്ഞ് സാവകാശം മനഃപൂർവ്വം കഴിച്ചിട്ട് പോലും ആ ചോറ് ഏകദേശം കഴിഞ്ഞിട്ടാണ് ചില്ലി ഒന്നും ഇങ്ങോട്ട് വന്നത്. ഭ്രാന്ത് എടുക്കുക എന്ന് പറഞ്ഞാൽ ഇതിൽക്കും വരെ ഒരു ഭ്രാന്ത് വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ ആകെ ദേഷ്യം വന്ന് അങ്ങനെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞ് പോവുകയാണ്. വീണ്ടും നമ്മുടെ ചുരം നമുക്ക് ഇറങ്ങിയല്ലേ പറ്റുള്ളൂ. പക്ഷെ തണുപ്പ് എന്ന് പറയുന്നൊരു സംഭവം വല്ലാത്തൊരു സംഭവം തന്നെയാണ്. ചെവിയൊക്കെ അടഞ്ഞു കേട്ടോ. ചെവിയൊക്കെ അടഞ്ഞപ്പം ഞാൻ കാട്ടിക്കൂട്ടണത്. അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. പാർട്ട് 3യും പാർട്ട് 2വും പാർട്ട് 1ഉം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കണം. ഇഷ്ടമായെങ്കിലും ഇഷ്ടമായിട്ടില്ലെങ്കിലും ലൈക്കൊക്കെ ഒന്ന് തന്ന് സപ്പോർട്ട് ചെയ്യാൻ ഒട്ടും മറക്കരുത്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. പിന്നെ കൂട്ടുകാരിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് നമ്മുടെ ചാനലിനെ ഒന്ന് വളർത്താനും നിങ്ങളാരും മടിക്കരുത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷം. അടുത്ത വ്ളോഗുമായിട്ട് വീണ്ടും കാണാം. ബായ്.